ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ. രാവണവിലാപം. ഇത്തമന്യോന്യം പറഞ്ഞിരിക്കും നേരം പുത്രൻ മരിച്ചതു കേട്ടൊരു രാവണൻ വീണിതു ഭൂമിയിൽ മോഹം കലർന്നതേ. ക്ഷീണനായി പിന്നെ വിലാപം തുടങ്ങിനാൻ. ഹാഹാ കുമാര മണ്ഡോദരി നന്ദന, ഹാഹാ സുകുമാര വീരാ മനോഹര, മൽക്കർമ്മദോഷങ്ങൾ എന്തു ചൊല്ലാവതോ ദുഃഖമിതെന്നു മറക്കുന്നതുള്ളിൽ ഞാൻ. വിണ്ണവർക്കും ദ്വിജന്മാർക്കും മുനിമാർക്കും ഇന്നു നന്നായി ഉറങ്ങിയിടുമാറായതു. നമ്മയും പേടിയില്ലാർക്കും ഇനി മമ ജന്മവും നിഷ്ഫലമായി വന്നിതീശ്വര. പുത്രഗണങ്ങൾ പറഞ്ഞതു നിരൂപിച്ചു മത്തൽ മുഴുത്തു കരഞ്ഞു തുടങ്ങിനാർ. എന്നുടെ പുത്രൻ മരിച്ചതു ജാനകി തന്നെ കാരണമെന്നതുകൊണ്ടു ഞാൻ കൊന്നവൾ തന്നെ ചോര കുടിച്ചൊഴിഞ്ഞൊന്നുമേ മുക്ക മടങ്ങുകയില്ലമേ. ഖഡ്ഗവും മോങ്ങിച്ചിരിച്ച അലറിത്തത്ര നിർഗമിച്ചിടിനാൻ ക്രൂതനാൻ രാവണൻ. സീതയ്ക്കും ദുഷ്ടനാൻ രാവണനെ കണ്ടു ഭീതയായി എത്രയും വേഭതു ഗാത്രിയെ. ഹാ രാമ രാമ രാമേതി ജപത്തോടു മാരാമദേശേ വസിക്കും ദശാന്തരേ. ബുദ്ധിമാനായ സുപാർശ്വൻ നയജ്ഞൻ ഉത്യുത്തമൻ കർബൂരസത്തമൻ വൃത്തവൻ രാവണൻ തന്നെ തടുത്തു നിർത്തിപ്പറയാപതെല്ലാം പറഞ്ഞിടിനാൻ നീതികൾ. ബ്രഹ്മകുലത്തിൽ ജനിച്ച ഭവാനിഹ നിർമ്മലനെന്നു ജഗത്രയ സമ്മതൻ. താപകമായ ഗുണങ്ങൾ വർണ്ണിപ്പതിനാവതല്ലോർക്കിൽ ഗുഹനൂമന്നന്ദനൻ. ദേവദേവേശ്വരനായ പുരവൈരതി സേവകന്മാരിൽ പ്രധാനനല്ലോ ഭവാൻ. പൗലസ്ത്യനായ കുബേര സഹോദരൻ ത്രൈലോക്യ വൃന്ദനാം പുണ്യജനാധിപൻ. സാമവേദജ്ഞൻ സമസ്ത വിദ്യാലയൻ വാമദേവാദി വാസാത്മാ ജിതേന്ദ്രിയൻ. വേദവിദ്യാവ്രത സ്നാനപരായണൻ ബോധവാൻ ഭാർഗവ ശിഷ്യൻ വിനയവൻ. എന്നിരിക്കെ ഭവാനിന്നു യുദ്ധാന്തരേ നന്നു നന്നെത്രയോ ഓർത്തു കൽപ്പിച്ചതും. സ്ത്രീവധമാകിയ കർമ്മത്തിനാശു നീ ഭാവിച്ചതും തവ ദുഷ്കീർത്തിവർദ്ധനം. രാത്രിഞ്ചരേന്ദ്ര പ്രവര പ്രഭോമയ സാർദ്ധം വിരവോടു പോരിക പോരിനായി. മാനവന്മാരെയും വാനരന്മാരെയും മാനേന പോർ ചെയ്തു കൊന്നു കളഞ്ഞു നീ. ജാനകി ദേവിയെ പ്രാപിച്ചുകൊള്ളുക, മാനസ താപവും ദൂരെ നീക്കിയിടുക. നീതിമാനായ സുപാർശൻ പറഞ്ഞതു യാദൂദാനാധിപൻ കേട്ടു സന്തുഷ്ടനായി. ആസ്തന മണ്ഡപേ ചെന്നിരുന്നെത്രയും ആസ്തയാ മന്ത്രികളോടു നിരൂപിച്ചു. ശിഷ്ടരായുള്ള നിശാചരന്മാരുമായി പുഷ്ടരോക്ഷം പുറപ്പെട്ടിതു പോരിനായി ചെന്നു. രക്ഷോബലം രാമനോടെ അളവൊന്നൊഴിയാതെ ഒടുക്കിനാൻ. രാമനും മന്നവൻ തന്നോട് എതിർത്തു. രാവണൻ നിന്നു പോർ ചെയ്ത അനഭേദമായി നിർഭയം. പിന്നെ രഘുത്തമൻ ബാണങ്ങളെയ്തും ഭിന്നമാക്കിയിടിനാൻ. രാവണദേഹവും പാരം മുറിഞ്ഞു തളർന്നു വശം കെട്ടു ധീരതയും വിട്ടു വാങ്ങി ദശാനനൻ. പോരുമിനി മമ പോരുമെന്നോർത്തതി വീരുവായി ലങ്കാപുരം പൂക്കാനന്തരം. രാവണന്റെ ഹോമവിഘ്നം. ശുക്രനെ ചെന്നു നമസ്കരിച്ചത്രയും ശുഷ്കവദനായി ചെന്നു ചൊല്ലിയിടിനാൻ. അർക്കാത്മജാധിയാം അർക്കട വീരരും അർക്കന്നയോദ്ഭൂതനാകിയ രാമനും ഒക്കെ ഒരുമിച്ചു. വാരിധിയും കടന്നിക്കരെ വന്നു ലങ്കാപുരം പ്രാപിച്ചു. ചക്രാരി മുഖ്യൻ നിശാചരന്മാരെയും ഒക്കെയൊടുക്കി ഞാൻ ഏകാകിയായതു. ദുഃഖവും ഉൾക്കൊണ്ടിരിക്കുമാറായതു സൽഗുരു തവ. ഞാൻ തവ ശിഷ്യനല്ലോ വിഭോ വിജ്ഞാനിയാകിയ രാവണനാലിതി. വിജ്ഞാപിതനായ ശുക്രമഹാമുനെ രാവണനോടുപദേശിച്ചുതെങ്കിൽ നീ ദേവതമാരെ പ്രസാദം വരുത്തുക. ശീഘ്രമൊരു ഗുഹയും തീർത്തു ശത്രുക്കൾ തോൽക്കും പ്രകാരം അതിരഹസ്യസ്ഥലെ ചെന്നിരുന്നാശു നീ ഹോമം തുടങ്ങുക. വന്നുകൂടും ജയം എന്നാൽ നിനക്കടോ വിഘ്നം വരാതെ കൂടുന്നാകി ലഗ്നി കുണ്ടത്തിങ്കൽ നിന്നു ഉറപ്പെടും. ബാണതുണീര ചാപശ്വരാതാദികൾ വാനവരാലും അജയ്യനാം. പിന്നെ നീ മന്ത്രം ഗ്രഹിച്ചു കൊള്ളുന്നോടു സാദരം. അന്തരമെന്നിയെ ഹോമം കഴിക്ക നീ. ശുക്രമുനിയോട് മൂലമന്ത്രം കേട്ടു. യക്ഷോഗണാധിപനാകിയ രാവണൻ പന്നകലോക സമാനനായി തീർത്തിതു തന്നെ മന്ദിരം തന്നിൽ ഗുഹാതലം. ദിവ്യമാം ഹവ്യ ഗവ്യാദി ഹോമായ
ദ്രവ്യങ്ങൾ തത്ര സമ്പാദിച്ചു കൊണ്ടവൻ ലങ്കാപുരദ്വാരമൊക്കെ ബന്ധിച്ചതിൽ ശങ്കാവിഹീനമകമ്പൂക്കു ശുദ്ധനായി ധ്യാനമുറപ്പിച്ചു തൽഫലം പ്രാർത്ഥിച്ചു മൗനവും ദീക്ഷിച്ചു ഹോമം തുടങ്ങിനാൻ വ്യോമമാർഗത്തോളം ഉത്ഥിതമായൊരു ഹോമധൂപം കണ്ടു രാവണ സോദരൻ രാമചന്ദ്രനു കാട്ടിക്കൊളുത്തിയിടിനാൻ ഹോമം തുടങ്ങി ദശാനനൻ മന്നവ ഹോമം കഴിഞ്ഞുകൂടിയിടുകിലൊന്നുമേ നാം അവനോട് തോറ്റിയിടും മഹാരണേ ഹോമം മുടക്കുവാനായി അയച്ചിടുക സാമോദമാശു കവികുലവീരരെ ശ്രീരാമസുഗ്രീവ ശാസനം കൈക്കൊണ്ടു മാരുതപുത്ര അങ്കാദികളൊക്കവേ നൂറുകോടി പടയോടും മഹാമതി ഏറിക്കടന്നങ്ങു രാവണ മന്ദിരം പൂക്കുംപുര പാലകന്മാരെയും കൊന്നു മർക്കട വീരേരൊരുമിച്ചാനുകൂലം വാരണവാജിരഥങ്ങളെയും പൊടിച്ചാരാഞ്ഞു തത്ര ദശാസ്യ ഹോമസ്ഥലം വ്യാജാൽ സരമ നിജകരസജ്ഞയാ സൂചിച്ചിതു ദശഗ്രീവ ഹോമസ്ഥലം ഹോമഗുഹദ്വാരബന്ധനാപോഷണ മാമയഹീനം പൊടിപ്പെടുത്തങ്കദൻ തത്ര ഗുഹയിലകമ്പൂക്ക നേരത്തു നക്തഞ്ജരേന്ദ്രനെ കാണായി ദന്തികെ മറ്റുള്ളവർകളും അങ്കദാനുജ്ഞയ തെറ്റെന്നു ചെന്നു ഗുഹയിലിറങ്ങിനാൻ കണ്ണോമടച്ചുടൻ ധ്യാനിച്ചിരിക്കും പുണ്യജനാധിപനെ കണ്ടു വാനർ താടിച്ചു ഭൃത്യജനങ്ങളെ പീഡിച്ചു കൊള്ളുകയും സംഭാര സഞ്ചയം കുണ്ടത്തിലൊക്കെ ഒരിക്കലെ ഹോമിച്ചു കണ്ടിച്ചിതു ലഘു മേഖലാജാലവും രാവണൻ കയ്യിലിരുന്ന മഹാസുതം പാവനി ശീഘ്രം പിടിച്ചു പറിച്ചുടൻ താടനം ചെയ്താൻ അതുകൊണ്ടു സത്വരം ക്രീഡയാ വാനരശ്രേഷ്ഠൻ മഹാബലൻ ദന്തങ്ങൾ കൊണ്ടും നഖങ്ങൾ കൊണ്ടും ദശഗന്ധര വിഗ്രഹം കീറിനാനേറ്റവും ധ്യാനത്തിനേതൂ ഇളക്കമുണ്ടായില്ല മാനസേ രാവണനും ജയകാംക്ഷയാൽ മണ്ഡോദരിയെ പിടിച്ചു വലിച്ചു താൻ മണ്ഡനമെല്ലാം നുറുക്കിയിട്ടിടിനാൻ വിസ്രസ്തനി ഇവിയായി കഞ്ചൂകഹീനനായി വിത്രസ്തനായി വിലാപം തുടങ്ങിയിടിനാൾ വാനരന്മാരുടെ തല്ലുകൊണ്ടിടുവാൻ ഞാനെന്തു ദുഷ്കൃതം ചെയ്തു ദൈവമേ നാണം നിനക്കില്ലയോ രാക്ഷസേശ്വര മാനം ഭവാനോളമില്ല മറ്റാർക്കുമേ നിന്നുടെ മുമ്പിലിട്ടാശു കവിവരൻ എന്നെ തലമുടി ചുറ്റിപ്പിടിപ്പെട്ടു പാരിലിഴക്കുന്നതും കണ്ടിരിപ്പതു പോരെ പരിഭവമോർക്കിൽ ജളമതേ എന്തിനൈക്കൊണ്ടു നിൻ ധ്യാനവും ഹോമവും അന്തർഗതമിനി എന്തോന്നു ദുർമതേ ജീവിതാശാദേ ബലീയസി മാനസേ ഹാ വിധി വൈഭവമെത്രയും അത്ഭുതം അർത്ഥം പുരുഷന് ഭാര്യയല്ലോ ഭുവി ശത്രുക്കൾ വന്നവളെ പിടിച്ചെത്രയും ബന്ധപ്പെടുത്തുന്നതും കണ്ടിരിക്കയിൽ മൃത്യു ഭവിക്കുന്നതുത്തമോമേവനും നാണവും പത്നിയും വേണ്ടിയിലിവനു താൻ പ്രാണഭയം കൊണ്ടു മൂഢൻ മഹാകലൻ ഭാര്യ വിലാപങ്ങൾ കേട്ടു ദശാനനൻ ധൈര്യമകന്നു താൻ വാളുമായി സത്വരം അങ്കദൻ തന്നോടടുത്താനതു കണ്ടു തുംഗശരീരികളായ കവികളും രാത്രീഞ്ചരേശ്വര പത്നിയേയൂമയ ചാർത്തു വിളിച്ചു പുറത്തു പോന്നീടിനാൻ ഹോമമശേഷം മുടക്കി വയമെന്നു രാമാന്തികെ ചെന്നു കൈതൊഴുതീടിനാൽ മണ്ഡോദരിയോടനുസരിച്ചന്നേരം പണ്ഡിതനായ ദശാസനൻ ചുന്നിനാൻ നാദേ ധരിക്ക ദൈവാധീനമൊക്കെയും ജാതനായാൽ മരിക്കുന്നതിൻ മുന്നമേ കൽപ്പിച്ചിതെല്ലാം അനുഭവിച്ചിടണം ഇപ്പോൾ അനുഭവമിത്തരം മാമകം ജ്ഞാനമാശ്രിത്യ ശോകം കളഞ്ഞിടു നീ ജ്ഞാനവിനാശനം ശോകമറിക നീ അജ്ഞാന സംഭവം ശോകമകുന്നതു അജ്ഞാനജാതമഹങ്കാരമായതും നശ്വരമായ ശരീരാദികളിലെ വിശ്വാസവും പുനരജ്ഞാന സംഭവം ദേഹമൂലം പുത്രധാരാദിബന്ധവും ദേഹിക്കു സംസാരവും അതു കാരണം ശോക ഭയക്രോധ ലോഭ മോഹസ്പൃഹാം രാഗഹർഷാദി ജരാമൃത്യുജന്മങ്ങൾ അജ്ഞാനജങ്ങൾ കീല അഖില ജന്തുക്കൾക്കും അജ്ഞാനമെല്ലാം അകലെ കളകനീ ജ്ഞാനസ്വരൂപനാത്മാ പരനദ്വയൻ ആനന്ദപൂർണൻ സ്വരൂപന് ലേപകൻ ഒന്നിനോടില്ല സംയോഗമതിനു മറ്റൊന്നിനോടില്ല വിയോഗമൊരിക്കലും
ആത്മാനമിങ്ങനെ കണ്ടു നെളിഞ്ഞുടൻ ആത്മനീ ശോകം കളക നീ വല്ലഭേ. ഞാനിനി ശ്രീരാമലക്ഷ്മണന്മാരെയും വാനരന്മാരെയും കൊന്നു വന്നിടുവാൻ അല്ലായികിലോ രാമസായകമേറ്റു കൈവല്യവും പ്രാപിപ്പിനില്ലൊരു സംശയം. എന്നെ രാമൻ കൊല ചെയ്യുകിൽ സീതയെ കൊന്നു കളഞ്ഞുടനെ ഉടനെന്നോടു കൂടവേ. പാവകൻ തങ്കൽ പതിച്ചു മരിക്ക നീ ഭാവനയോടുമെന്നാൽ ഗതിയും വരും. വ്യഗ്രിച്ചതു കേട്ടു മണ്ടോദരിയും ദശഗ്രീവനോട് പറഞ്ഞാളതു നേരം. രാഘവനെ ജയിപ്പാൻ ആരൂ താർക്കുമേ ലോകത്രയത്തിങ്കൽ എന്നു ധരിക്ക നീ. സാക്ഷാൽ പ്രധാന പുരുഷോത്തമനായ മോക്ഷതൻ നാരായണൻ രാമനായതും ദേവൻ മകരാവതാരമനുഷ്ഠിച്ചു വൈവസ്വതമനു തന്നെ രക്ഷിച്ചതും രാജീവലോചനൻ മുരുലക്ഷയോജന വിസ്തൃതമായൊരു കൂർമ്മമായി ക്ഷീരസമുദ്ര മദനകാലേ പുരാഘോരമന്തരം പൃഷ്ഠേ ധരിച്ചതും പന്നിയായി മുന്നം ഹിരണ്യാക്ഷനെ കൊന്നു മണ്ണിടം തേറ്റമേൽ വെച്ചു പൊങ്ങിച്ചതും ഘോരനായൊരു ഹിരണ്യകശിപുതൻ മാറിടം കൈനകം കൊണ്ടു വിളർന്നതും മുന്നടി മണ്ണു ബലിയോട് യാചിച്ചു 3 ലോകവും മുന്നടിയായി അളന്നതും ക്ഷത്രിയരായി പിറന്നോരസുരന്മാരെ യുദ്ധേ പതിപ്പതിനായി ജമദഗ്നിതൻ പുത്രനായി രാമനാമത്തെ ധരിച്ചതും പൃഥ്വിപതിയായ രാമൻ ഇവൻ തന്നെ. മാർത്താണ്ഡവംശേ ദശരഥപുത്രനായി ധാത്രീ സുതവരനാകിയ രാഘവൻ നിന്നെ വധിപ്പാൻ മനുഷ്യനായി ഭൂതലെ വന്നു പിറന്നതുമെന്നു ധരിക്ക നീ. പുത്രവിനാശം വരുത്തുവാനും തവ മൃത്യു ഭവിപ്പാനുമായി നീ അവനുടെ വല്ലഭയെ കട്ടു കൊണ്ടുപോന്നു വൃഥാ. നിർലജ്ജനാകയാൽ മൂട ജളപ്രഭോ വൈദേഹിയെ കൊടുത്തിടുക രാമനു സോദരനായിക്കൊണ്ടു രാജ്യവും നൽകുക. രാമൻ കരുണാകരൻ പുനരത്രയും നാമിനി കാനനം വാഴുക തപസ്സിനായി. മണ്ടോദരി വാക്കു കേട്ടൊരു രാവണൻ ചണ്ഡപരാക്രമൻ ചെന്നാനതു നേരം പുത്രമിത്ര മാതൃസോദരന്മാരെയും മൃത്യു വരുത്തി. ഞാനേകനായി കാനനെ ജീവിച്ചിരിക്കുന്നതും ഭംഗിയല്ലടോ. ഭാവിച്ച വണ്ണം ഭാവിക്കയിലൊന്നുമേ രാഘവൻ തന്നോട് എതിർത്തു യുദ്ധം ചെയ്തു വൈകുണ്ഠരാജ്യം അനുഭവിച്ചിടുവാൻ. ഇത്തം പറഞ്ഞു യുദ്ധത്തിനൊരുമ്പെട്ടു ബദ്ധമോദം പുറപ്പെട്ടിതു രാവണൻ. മൂലാബലാദികൾ സംഘരത്തിനു തൽക്കാലേ പുറപ്പെട്ടു വന്നിതു പൂതലെ. ലങ്കാധിപനു സഹായമായി വേഗേന സംഖ്യയില്ലാതെ ചതുരംഗസേനയും 10 പടനായകന്മാരൊന്നിച്ചു 10 കഴുത്തനെ കൂപ്പി പുറപ്പെട്ടാർ. വാരുതി പോലെ പരന്നു വരുന്നതു മാരുതി മുമ്പാം കവികൾ കണ്ടെത്രയും ഭീതി മുഴുത്തു വാങ്ങിയിടുന്നതു കണ്ടു നീതിമാനാകിയ രാമനും ചൊല്ലിനാൻ. വാനരവീരരെ നിങ്ങളിവരോട് മാനം നടിച്ചു ചെന്നേൽക്കരുതാലുമേ. ഞാനിവരോട് പോർ ചെയ്തൊടുക്കിയിടുവാൻ ആനന്ദം ഉൾക്കൊണ്ടു കണ്ടുകൊള്ളുകേവരും എന്നരുൾ ചെയ്തു. നിശാചരസേനയിൽ ചെന്നു ചാടിയിടിനാൻ അനേകമീശ്വരൻ. ചാപബാണങ്ങളും കൈക്കൊണ്ടു രാഘവൻ കോപേന ബാണജാലങ്ങൾ തൂകിയിടിനാൻ. എത്ര നിശാചരരുണ്ടു വന്നേറ്റതിൽ അങ്ങത്ര രാമന്മാരുണ്ടെന്നതുപോലെ രാമമയമായി ചമഞ്ഞിതു സംഗ്രാമ ഭൂമിയുമെന്തൊരു വൈഭവമന്നേരൻ. എന്നോടു തന്നെ പോരുന്നിതു രാഘവൻ എന്നു തോന്നി രജനീചരർക്കൊക്കവേ. 12 നാഴിക നേരമൊരുപോലെ യാതുദാനാവലിയോടും ജഗുത്തമൻ അസ്ത്രം പരീക്ഷിച്ച നേരമാർക്കും തത്ര ചിത്തേ തിരിച്ചറിയായതിലേതുമേ. വാസര രാത്രി നിശാചര വാനര മേദിനി വാരുതി ശൈലവനങ്ങളും. ഭേദമില്ലാതെ ശരങ്ങൾ നിറഞ്ഞിതു മേദൂരന്മാരായ രാക്ഷസവീരരും. ആനയും തേരും കുതിരയും കാലാളും വീണു മരിച്ചു നിറഞ്ഞിതു പോർക്കളം. കാളിയും കുളികളും കബന്ധങ്ങളും കാള നിശീതിനിയും പിശാചങ്ങളും നായും നരിയും കഴുകനുകൾ കാകങ്ങൾ പോയി പേയും പെരുത്തു ഭയങ്കരമാം വണ്ണം. രാമചാപത്തിൻ മണിതൻ നിനാദവും
വ്യോമമാർഗേ തുടരെ തുടരെ കേട്ടു ദേവഗന്ധർവയ അപ്സര വൃന്ദവും ദേവമുനീന്ദ്രനാം നാരദനും തഥാ രാഘവൻ തന്നെ സ്തുതിച്ചു തുടങ്ങിനാൻ. ആകാശചാരികൾ ആനന്ദപൂർവകം ദ്വാദശ നാഴിക കൊണ്ടു നിശാചരൻ മേദിനി തന്നിൽ വീണിടിനാരൊക്കവേ. മേഘത്തിനുള്ളിൽ നിന്നർക്കബിംബം പോലെ രാഘവൻ തന്നെയും കാണായി തന്നേരം. ലക്ഷ്മണൻ താനും വിഭീഷണനും പുനരർക്കതനയനും മാരുതപുത്രനും മറ്റുള്ള വാനരവീരരും വന്നിച്ചു ചുറ്റും നിറഞ്ഞിതു രാഘവൻ അന്നേരം. മർക്കടനായകന്മാരോടരുൾ ചെയ്തതീനി കണക്കേ യുദ്ധമാശു ചെയ്തിടുവാൻ. നാരായണനും പരമേശ്വരനും ഒഴിഞ്ഞാരുമില്ലെന്നു കേൾപ്പുണ്ടു ഞാൻ മുന്നവേ. രാക്ഷസരാജ്യം മുഴുവാനതു നേരം രാക്ഷസ സ്ത്രീകൾ മുറവിളി കൂട്ടിനാൻ. താതാ സഹോദര നന്ദന വല്ലഭേ, നാദ നമുക്ക് അവലംബനമാരയ്യോ. വൃദ്ധയായേറ്റം വിരൂപയായുള്ളൊരു നക്തഞ്ചരാധിപ സോദരി രാമനെ ശ്രദ്ധിച്ച കാരണമാപത്തിതൊക്കവേ വർദ്ധിച്ചു വന്നിതു മറ്റില്ല കാരണം. ശൂർപ്പണകൈക്കെന്തു കുറ്റം അതിൽ പരം പെപ്പരുമാളല്ലയോ ദശകന്ധരൻ. ജാനകിയെ കൊതിച്ചാശു കുലം മുടിച്ചാനൊരു മൂടൻ മഹാപാപി രാവണൻ. അർദ്ധപ്രഹര മാത്രേണ കരാധിയെ യുദ്ധേ വധിച്ചതും വൃതാരിപുത്രനെ. മൃത്യു വരുത്തി വാഴിച്ചു സുഗ്രീവനെ സത്വരം വാനരന്മാരെ അയച്ചതും. മാരുതി വന്നിവിടെ ചെയ്ത കർമ്മവും വാരിധിയിൽ ചിറകെട്ടിക്കടന്നതും കണ്ടിരിക്കെ നന്നു തോന്നുന്നതെത്രയോ ഉണ്ടോ വിചാരം ആപത്തിങ്കേലുണ്ടാവും. സിദ്ധമല്ലായെങ്കിൽ വിഭീഷണൻ ചൊല്ലിനാൻ മത്തനായെന്നതും ധിക്കരിച്ചിടിനാൻ ഉത്തമൻ നല്ല വിവേകി വിഭീഷണൻ സത്യവ്രതൻ. മേലിൽ നന്നായി വരും അവൻ നീചനിവൻ കുലമൊക്കെ മുടിപ്പതിനാചരിച്ചാനിതു. തന്മരണത്തിനും നല്ല സുതന്മാരെയും തമ്പിമാരെയും കൊല്ലിച്ചു മറ്റുള്ള മാതൃജനത്തെയും എല്ലാം അനുഭവിച്ചിടുവാൻ പണ്ടുതാൻ വല്ലായ്മ ചെയ്തതുമെല്ലാം മറന്നിതു. ബ്രഹ്മസ്വമായതും ദേവസ്വമായതും നിർമര്യാദ അടക്കിനാൻ ഏറ്റവും നാട്ടിലിരിക്കും പ്രജകളെ പീഡിച്ചു കാട്ടിലാക്കി ചമച്ചിടിനാൻ കശ്മലൻ. അർത്യമന്യായേന നിത്യമാർജിക്കയും മിത്രജനത്തെ വെറുത്തു ചമയ്ക്കയും ബ്രാഹ്മണരാൽ കൊല ചെയ്യുകയും മറ്റുള്ള ധാർമ്മികന്മാർ മുതലൊക്കെ അടക്കയും പാരം ഗുരുജന വേഷവുമുണ്ടീല. ആരെയുമില്ല കൃപയുമൊരിക്കലും ഇമ്മഹാപാപി ചെയ്തോരു കർമ്മത്തിനാൽ നമ്മയും ദുഃഖിക്കുമാറാക്കി നാനിവൻ. ഇത്തം പുലസ്ത്രീ ജനത്തിൻ്റെ വിലാപങ്ങൾ നക്തഞ്ചരാധിപൻ കേട്ടു ദുഃഖാർത്തനായി. ശത്രുക്കളെ കൊന്നൊടുക്കുവാനിന്നിനി യുദ്ധത്തിനാശു പുറപ്പെടുകയെങ്കിൽ നാം എന്നതു കേട്ടു വിരൂപാക്ഷനുമതിൻ മുന്നേ മഹോദരനും മഹാപാർശ്വനും ഉത്തരഗോപുരത്തൂടെ പുറപ്പെട്ടു. ശസ്ത്രങ്ങൾ തൂകിത്തുടങ്ങി നാനറ്റവും ദുർനിമിത്തങ്ങളുണ്ടായതായ ഉന്നതമായ നിശാചരനായവൻ. ഗോപുരവാതിൽ പുറപ്പെട്ടു നിന്നിതു ചാപലമെന്നിയേ വാനരവീരരും. രാക്ഷസരോട് എതിർത്താരതു കണ്ടേറ്റ മൂക്കോടടുത്തു നിശാചരവീരരും. സുഗ്രീവനും വിരൂപാക്ഷനും തങ്ങളിൽ ഉഗ്രമാവണ്ണം പൊരുതാരതു നേരം. വാഹനമാകിയ വാരണവീരരെ സാഹസം കൈക്കൊണ്ടു വാനരരാജനും കൊന്നതു കണ്ടു. വിരൂപവിലോചനൻ ചൊന്നിതു വാളും പരിചയും കൈക്കൊണ്ടു കുന്നുകൊണ്ടൊന്നെറിഞ്ഞാൻ കപിരാജനും. നന്നായിതൊന്നു വിരൂപാക്ഷനുമത വെട്ടിനാൻ വാനര നായക പക്ഷസി പുഷ്ടകോപത്തോടു മർക്കടരാജനും. നെറ്റിമേലൊന്നടിച്ചാനതു കണ്ടവൻ തെറ്റെന്നു കാലപുരം പൂക്കുമേവിനാർ തേരിലേറിക്കൊണ്ടടുത്താൻ മഹോദരൻ. തേരും തകർത്തു സുഗ്രീവനവനെയും മൃത്യുപൂരത്തിനയച്ചു കണ്ടതിൽ ക്രോധനായി വന്നടുത്താൻ മഹാപാർശ്വനും. അംഗദൻ കൊന്നാൻ അവനെയും അന്നേരം പൊങ്ങും മിഴികളോട് ആശരദീശനും. പോർമതത്തോടുമടുത്തു കവികളെ താമസാസ്ത്രം കൊണ്ടു വീഴ്ത്തിനാനൊഴിയിൽ
രാമനു മൈന്ദ്രാസ്ത്രമെയ്തു തടുത്തിതു താമസാത്രയും അപ്പോൾ ദശാനനൻ ആസുരമസ്ത്രം മെയ് താനതു വന്നു വാതുരന്മാരായി ദാശുകവികളും വാരണസുകര കുക്കുടു ക്രോഷ്ട സാരമേയോർ സൈരിഭ വായസ വാനേരസിംഹരുരു മൃഗ കാകൃത് ദ്രാനനമായി വരുവ വാസുരാസ്ത്ര ആത്മകം മൃദ്ഗരപട്ടശക്തി പരശ്വത ലഡ്ഘ ശൂല പ്രാസബാണായുധങ്ങളും രൂക്ഷമായി വന്നു പരന്നതു കണ്ടള അഗ്നേയാസ്ത്രമായി എഴുതവൻ മനുവീരനും ചെങ്കനൽ കൊള്ളികൾ മിന്നൽ നക്ഷത്രങ്ങൾ തിങ്കളാദിത്യനഗ്നിയേ നിത്തരം ജ്യോതിർമയങ്ങളായി ചെന്നു നിറഞ്ഞങ്ങൾ വാസു രമസ്ത്രവും പോയി മറഞ്ഞു ബലാൽ അപ്പോൾ മയൻ കൊടുത്തൊരു ദിവ്യാസ്ത്രം ആയി തൻ പ്രേതരായുധം കാണായിതന്തികെ ഗന്ധർവമസ്ത്രം പ്രയോഗിച്ചതിനെയും ശാന്തമാക്കിയിടിനാൻ മാനവവീരനും സൗരാസ്ത്രമെയ്തൻ ദശാനനം നേരം ധൈര്യേണ രാഘവൻ പ്രത്യസ്ത്രമെയ്തതും കണ്ടിച്ചു നേരമ്മ കണ്ടല വൈരിയും ചണ്ടക രാശു സമങ്ങളാം ബാണങ്ങൾ പത്തുകൊണ്ടെയ്തു മർമ്മങ്ങൾ വേദിച്ചു ഉത്തമ പുരുഷനാകിയ രാഘവൻ 100 ശരങ്ങൾ എയ്താനതു കണ്ടുനേ കീറി മുറിഞ്ഞതു നക്തഞ്ജരേന്ദ്രനും ലക്ഷ്മണനേഴു ശരങ്ങളാലൂക്കോടു തൽക്ഷണേ കേതു കണ്ടിച്ചു വാഴ്ത്തിയിടിനാൻ 5 ശരമേതു സുതനെയും കൊന്നു ചഞ്ചലഹീനം മുറിച്ചിതു ചാപവും അശ്വങ്ങളെ ഗതകൊണ്ടു വിഭീഷണൻ തച്ചുകൊന്നാനതു നേരം ദശാനനൻ ഭൂതലെ ചാടി വീണാശു കൊണ്ടതീ ക്രോധാൽ വിഭീഷണനെ പ്രയോഗിച്ചിതു ബാണങ്ങൾ 3 കൊണ്ടെയ്തു മുറിച്ചിതു വീണിതു 3 നുറുങ്ങി മഹീതലെ അപ്പോൾ വിഭീഷണനെ കൊല്ലുമാറവൻ കൽപ്പിച്ചു മയൻ കൊടുത്തോരുവേൽ കൈകൊണ്ടു ചാട്ടുവാനോങ്ങിയ നേരത്തു ലക്ഷ്മണൻ മുൻപൂ കുബാണങ്ങളെയ്തു നക്തഞ്ചരാധിപൻ തന്നുടേലൊക്കവേ രക്തമണിഞ്ഞു മുറിഞ്ഞു വലഞ്ഞുള്ളൻ നിൽക്കും ദശാനനൻ കോപിച്ചു ചൊല്ലിനാൻ ലക്ഷ്മണൻ തന്നോട് നന്നു എത്രയും രക്ഷിച്ചവാറു വിഭീഷണനെ തഥ രക്ഷിക്കിൽ നന്നു നിന്നെ പുനരെന്നുടെ ശക്തി വരുന്നതു കണ്ടാലും ഇന്നൊരു ശക്തനാകിൽ ഭവാൻ കണ്ടിക്കവേരിതും എന്നു പറഞ്ഞു വേഗേന ചാട്ടിയിടിനാൻ ചെന്നു തറപ്പിച്ചു മാറത്തു ശക്തിയും അസ്ത്രങ്ങൾ കൊണ്ടു തടുക്കരുതാഞ്ഞുടൻ വിത്രസ്തനായി തത്ര വീണു കുമാരനും ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ രാമ ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ രാമ ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ